ഓരോ വീടും വ്യത്യസ്തമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. ഇന്നും അത്തരത്തിലൊരു മനോഹരമായ വീടിന്റെ കാഴ്ചകളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. 1250 സ്ക്വയർ ഫീറ്റിൽ വെറും 19,50,000-ന് 3 ബെഡ്റൂമുകളോട് കൂടിയാണ് കേട്ടോ ഈ വീട് നിലകൊള്ളുന്നത്. ഇവിടെ ആകർഷകമാക്കുന്നത് ഈ ഒരു വീടിന്റെ സിംപിൾസിറ്റി ആണ് കേട്ടോ. കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കണ്ടു നോക്കാം. ഇതാണ് കേട്ടോ മെയിൻ ഡോറ്. കയറി കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ലിവിങ്ങും ലെഫ്റ്റ് സൈഡിൽ ബെഡ്റൂമും അതുപോലെ ഡൈനിങ് സ്പേസുമാണ് നൽകിയിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഡൈനിങ് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് ആണ് ഒരുക്കിയിരിക്കുന്നത്. സീലിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെ സിമ്പിളായിട്ടുള്ള LED ലൈറ്റാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ ഇവിടെ വോളിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 6 ചെയറോട് കൂടിയുള്ള ചെയേഴ്സും ടേബിളും ആണ് ഇട്ടിട്ടുള്ളത്. ടേബിളിന് മുകളിൽ മിൽക്കിയിൽ വരുന്ന പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. വാഷിംഗ് യൂണിറ്റ് ഇവിടെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമും കോമൺ ടോയ്ലറ്റും ആണ് വരുന്നത്. നമുക്കത് കാണുന്നതിന് മുമ്പ് അവിടെ ലിവിങ് സ്പേസ് കൂടി വരുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. ചെറിയൊരു പാർട്ടീഷനോട് കൂടിയാണ് കേട്ടോ ഈ ലിവിങ് ഒരുക്കിയിരിക്കുന്നത്. നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള ലിവിങ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജിപ്സം സീലിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല കളറുള്ള ഒരു സെറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോളിൽ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ഈ ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാർട്ടീഷൻ ആണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്. ബഡ്ജറ്റ് കുറച്ച് ചെയ്യുന്നവർക്കൊന്ന് നോക്കി വെച്ചോളൂ. അടിപൊളി ഒരു സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷൻ ആണ്. GIയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ബെഡ്റൂം കാണാം കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതാണ് കേട്ടോ ഫസ്റ്റ് ബെഡ്റൂം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്. കാറ്റും വെളിച്ചൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് വലിയ 2 വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. വിൻഡോയിൽ ഇട്ടിട്ടുള്ളത് സീബ്ര ബ്ലിങ്ക് കർട്ടൻ ആണ്. അതുപോലെ തന്നെ വുഡൻ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വോളിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഈ ബെഡ്റൂം. നമുക്ക് അതുകൂടി ഒന്ന് കണ്ടു നോക്കാം. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ ടൈല് കൊടുത്തിട്ടുള്ളത്. വീടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഈ ടൈലൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് സെക്കൻഡ് ബെഡ്റൂം കാണാം. ഇതാണ് കേട്ടോ സെക്കൻഡ് ബെഡ്റൂം. ഈ ബെഡ്റൂം സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടി വരുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കണ്ടു നോക്കാം. അവിടെ നമ്മൾ ബാത്റൂമിൽ കണ്ട അതേ ടൈലാണ് കേട്ടോ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിന്റെ താഴ്ഭാഗം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിന്റെ മെയിൻ ഏരിയ ആയിട്ടുള്ള കിച്ചൺ ഒന്ന് കാണാം. ഇതാണ് കേട്ടോ മെയിൻ കിച്ചൺ. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു കിച്ചൺ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഫ്ലോറിനോട് മാച്ച് ആകുന്ന രീതിയിലുള്ള ടൈലാണ് ഫുൾ വോളിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ ഫ്രിഡ്ജ് സ്റ്റൗ ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളപ്പോൾ ഇനി കിച്ചന്റെ ഫുൾ വ്യൂ ഒന്ന് കണ്ടു നോക്കിട്ടാ.
ഇതാണ് സെക്കൻഡ് കിച്ചണ്. ഈ ഒരു കിച്ചണിലാണ് കേട്ടോ വിറകടുപ്പ് വരുന്നത്. ചിമ്മിണി കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കോർണറിലായിട്ട് ഇതാ സിങ്ക് വന്നിട്ടുണ്ട്. ഇവിടേക്കുള്ള കാറ്റും വെളിച്ചത്തിനായിട്ട് ഓപ്പൺ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കാണാം. സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 നല്ല ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയില് ജിയോയിലാണ് തീർത്തിരിക്കുന്നത്. സ്റ്റെപ്പിൽ ഗ്രനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ താഴേക്കുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് കാറ്റും വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ഗ്ലാസിൻ്റെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് ഈ ഭാഗത്തേക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിവിടെ ഒരു ബെഡ്റൂമാണ് കാണാനുള്ളത്. അതിനു മുമ്പ് നമുക്കിതാ ഈ ഒരു ടെറസിൻ്റെ ഭാഗം ഒന്ന് കാണാം. നമ്മൾ കയറി വരുമ്പോൾ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീട് സംബന്ധമായ വിശേഷങ്ങളും പ്ലാനുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.